കോട്ടലവ് തുടരുന്നു. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപം ജയിൽ വകുപ്പ് നടത്തുന്ന ഭക്ഷണശാലയിൽ മോഷണം. 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. കഫറ്റീരിയയുടെ പിന്നിലെ വാതിൽ പൊളിച്ച് മോഷ്ടാവ് അകത്ത് കയറുകയായിരുന്നു. ഇവിടെ നിന്ന് താക്കോലെടുത്ത് തൊട്ടടുത്ത ഓഫീസിൽ നിന്ന് മേശയുടെ പൂട്ട് തുറന്നായിരുന്നു മോഷണം. ഭക്ഷണശാലയ്ക്ക് സമീപമുള്ള CCTV പ്രവർത്തനരഹിതമായിരുന്നു. സംഭവത്തിൽ പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, ജയിലിന് സമീപത്തുള്ള ക്യാൻറ്റീനിലാണ്, ഭക്ഷണശാലയിലാണ് ഈ രീതിയിലൊരു മോഷണം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഈ പോലീസിൻ്റെ കൺമുന്നിൽ ഇതുപോലുള്ള സംഭവം ഉണ്ടാകുന്നു. പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ട് യാതൊരു സൂചനയുമില്ല. അവിടുത്തെ CCTV പോലും പ്രവർത്തന രഹിതമായിരുന്നു എന്ന് പറയുന്നു. പോലീസിനും വീഴ്ച, ജയിൽ വകുപ്പിനും വീഴ്ച സംഭവിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് നടന്നത്. അതായത് ഈ ഒരു ജയിൽ വകുപ്പ് നടത്തുന്ന ഒരു കഫറ്റീരിയ, അതായത് ഈ പൂജപ്പുര സെൻട്രൽ ജയിലുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കെട്ടിടമാണ് ഈ ഒരു മോഷണം നടന്ന കെട്ടിടം. അതിൽ ഈ ഒരു CCTV പ്രവർത്തനരഹിതമാണ്. ഒപ്പം തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് 4 ലക്ഷം രൂപ മോഷണം പോയി എന്ന് പറയുമ്പോൾ ഒരു വലിയ തരത്തിലുള്ള ഒരു മോഷണമാണ്. അതാണ് ഈ ഒരു പൂജപ്പുര സെൻട്രൽ ജയിലിനോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടമായതുകൊണ്ട് തന്നെ നിരീക്ഷണ വലയത്തിൽ തന്നെ പെടുന്ന ഒരു കെട്ടിടമാണ്. മാത്രമല്ല പോലീസിന്റെ രാത്രി പെട്രോളിംഗ് അടക്കം ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു മോഷണത്തിന്റെ ഒരു രീതി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പണം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം കൃത്യമായി അറിയുന്ന ഒരു മോഷ്ടാവാണ് കടന്ന് ഈ ഒരു മോഷണം നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു 4 ലക്ഷത്തിലധികം രൂപ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ പ്രതിക്ക്, ഈ ഒരു മോഷ്ടാവിന് കൃത്യമായി അറിയാം. അത് മനസ്സിലാക്കി ഈ പ്രവർത്തനരഹിതമായ CCTV എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പുറകിലെ വാതിൽ തകർത്തുകൊണ്ട് അകത്ത് കയറി ഈ മുറിയിൽ മാത്രമാണ് കടന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ പണം അപഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്തേക്ക് കയറിയത്. അതിനർത്ഥം ഈ ഒരു പരിസരവുമായൊക്കെ കൃത്യമായി ഒരു പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ഒരു മോഷ്ടാവ്. മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് തന്നെ ഉള്ള ഒരാളാണെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണ് പോലീസിന്റെ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല വലിയൊരു തുക ഇവിടെ നിന്നും നഷ്ടമായിരുന്നു. അതായത് 4 ലക്ഷം രൂപയോളം ഈ ഒരു കെട്ടിടത്തിന്റെ, ഈ ഒരു കഫറ്റീരിയയുടെ ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ സൂക്ഷിച്ചിരുന്ന 4 ലക്ഷം രൂപ ഇവിടെ നിന്ന് നഷ്ടമായിട്ടുണ്ട്. ഇതൊരു ജയിൽ വകുപ്പിനെ അടക്കം ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇതിൽ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ഒരു നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തീർച്ചയായും. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യമല്ല. ഇത് ആരാണ് ഈ മോഷണം നടത്തിയതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഏതെങ്കിലും ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടോ? അതോ പുറമേ നിന്ന് എത്തിയ ആരെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ച് ഈ ജയിൽ വകുപ്പിന് കീഴിലുള്ള ഒരു ഭക്ഷണശാലയിലെത്തി മോഷണം നടത്തണമെങ്കിൽ അത് പുറമേ നിന്ന് ഒരാൾക്കത്ര എളുപ്പമുള്ള കാര്യമാണോ സാരംഗ്? അത്തരത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കാരണം അങ്ങനെ പുറമേ നിന്നുള്ള ഒരു വ്യക്തിക്ക് അത്ര എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാനോ ഇവിടുത്തെ ഒരു സാഹചര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാനോ ഒന്നും അത്ര എളുപ്പമല്ല. കാരണം സാധാരണ രീതിയിലുള്ള ഒരു ഹോട്ടലോ അങ്ങനെ ഒരു കഫറ്റീരിയ അല്ല. കാരണം ജയിൽ വകുപ്പ് നടത്തുന്നതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം, ഒപ്പം തന്നെ ഈ ഒരു ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു സാമീപ്യം ഇവിടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പുറമേ നിന്നുള്ള ഒരു വ്യക്തി ഇവിടെ വന്ന് ഇത്തരത്തിലൊരു മോഷണം നടത്താനുള്ള സാധ്യത വളരെ കുറവുമാണ്. മാത്രമല്ല ഇവിടെ ഇത്രയും വലിയൊരു തുക സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും അത്ര എളുപ്പമല്ല. കാരണം ഈ ഇവിടെ പണം സൂക്ഷിക്കുന്ന ഈ ഒരു മുറി അടക്കം കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു മോഷ്ടാവ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തരത്തിലൊരു മോഷണം ഈ ഒരു ജയിൽ വകുപ്പിന് വലിയൊരു നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ജയിലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. കൃത്യമായ ഒരു നിരീക്ഷണം ഇവിടെ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ഈ ഒരു തുക, അത്രയും വലിയൊരു തുക ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യം അടക്കം ഈ മനസ്സിലാക്കിക്കൊണ്ടൊരു ഈ ഒരു മോഷണം നടത്തണമെങ്കിൽ അത് ഈ ഒരു കഫറ്റീരിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവനക്കാരൻ ആകാനാണ് സാധ്യത എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് കൃത്യമായി മറ്റൊരു വസ്തുക്കളും മോഷണം പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ ഒരു തുക മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു മോഷ്ടാവ് ഈ ഒരു മോഷണം നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ഭാഗത്തെ CCTV പ്രവർത്തനരഹിതമാണെന്ന് അടക്കം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു മോഷണം നടക്കുമ്പോൾ ആദ്യം പോലീസ് പരിശോധിക്കുന്നത് CCTV ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ദൃശ്യങ്ങളുടെ ഒരു ലഭ്യത അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ പ്രതി അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറി. അവിടെ ഈ സമീപത്ത് ഭക്ഷണശാലയ്ക്ക് സമീപത്ത് CCTV പ്രവർത്തനരഹിതമായിരുന്നു പറയുന്നു. അതിന് സമീപത്തുള്ള, അതായത് ഈ ജയിലിന്റെ ഭക്ഷണശാലയ്ക്ക് സമീപത്തുള്ള മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ CCTV കാണില്ലേ? അവിടെ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്?
തീർച്ചയായും ടോം, അത്തരത്തിലൊരു അന്വേഷണമാണ് പോലീസ് നിലവിൽ നടത്തുന്നത്. പക്ഷേ ഈ ഒരു ജയിൽ വകുപ്പ് നടത്തുന്ന ഈ കഫറ്റീരിയ റോഡിൽ നിന്നും കുറച്ച് ഒരു 10-20 മീറ്റർ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ഒരു കോമ്പൗണ്ടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് അടുത്തടുത്ത് മറ്റ് കെട്ടിടങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത്ര കണ്ട് എളുപ്പത്തിൽ നടത്താൻ പോലീസിന് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം തൊട്ടടുത്ത് മറ്റ് സ്ഥാപനങ്ങളും മറ്റും ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങളിൽ CCTV പോലീസിന് വളരെയധികം സഹായകരമാവുന്നത്. പക്ഷേ ഇത്തരം രാത്രി സമയത്ത് ഈ ഒരു ഭാഗങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തില് ദുരൂഹ സാഹചര്യത്തിൽ അങ്ങോട്ട് സഞ്ചരിക്കുന്ന അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ പോലീസിന് അങ്ങനെ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്താൻ കഴിയുള്ളൂ. വിരലടയാള വിദഗ്ധരും മറ്റ് ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടെ വന്ന് പരിശോധന നടത്തി അത്തരത്തിലുള്ള ഒരു അന്വേഷണവും പിന്നെ ഈ ഒരു ജീവനക്കാർക്ക് മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇത്തരത്തിലൊരു ഈ ഒരു രഹസ്യ സ്വഭാവത്തിൽ ഈ ഭാഗത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധനകളാണ് ഈ ഒരു പോലീസ് നിലവിൽ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താൻ ഉള്ളൊരു ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ഈ ഒരു CCTV മാത്രം ഉപയോഗപ്പെടുത്താതെ മറ്റ് ശാസ്ത്രീയ വശങ്ങളും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിയിലേക്ക് എത്താനുള്ള ശ്രമമാണ് നിലവിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപം ജയിൽ വകുപ്പ് നടത്തുന്ന ഭക്ഷണശാലയിൽ നിന്നാണ് മോഷ്ടാവ് 4 ലക്ഷത്തോളം രൂപ കവർന്നത്. കഫറ്റീരിയയുടെ പിന്നിലെ വാതിൽ പൊളിച്ച് മോഷ്ടാവ് അകത്ത് കയറുകയായിരുന്നു. എന്നാൽ ഇവിടെ ജയിൽ വകുപ്പിൻ്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണമുണ്ട്. കാരണം ഭക്ഷണശാലയ്ക്ക് സമീപമുള്ള CCTV പ്രവർത്തനരഹിതമായിരുന്നു. സംഭവത്തിൽ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.